ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 204 ഡിവൈഡ് ബൈ 12 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എഴുതുന്നത് ക്വസ്റ്റ്യൻ ടൂളിലേക്ക് പ്ലേസ് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഈ നമ്പർ, അതായത് ഡിവിഡൻ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ, ഇതാണ് ഡിവൈസർ. അപ്പോൾ ഡിവിഡൻ്റ് എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് നമുക്കറിയേണ്ടത്. അതിനെ നമ്മൾ ചെയ്യുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻ്റ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് നമുക്കറിയാം, ഇത് 3 ആണ്, മൈനസ് 3, ഇതിൻ്റെ ഡിജിറ്റ് 2 ആണ്. 3 - 2 1 ആണ്. കിട്ടിയ വാല്യൂന്ന് 1 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ 1 - 1 0, അതായത് 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. ടൂളിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മൾ 1 റോഡായി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് റൈറ്റിൽ വരുന്നതാണ് നമുക്ക് എന്ത് 0 റോഡും, പിന്നെ -1 -2 അങ്ങനെ വരും. ഇവിടെ ഇത് ഫസ്റ്റ് റോഡ്, ഇത് സെക്കൻഡ് റോഡ്, തേർഡ് റോഡ് അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് റോഡിന് തൊട്ട് റൈറ്റിലേക്ക് വരുന്നത് ഇത് 0 റോഡാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 2, ഇവിടെ 0, ഇവിടെ 4. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻ നമ്മൾ ടൂളിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആൻസർ റോഡ് കണ്ടുപിടിക്കണം. അതായത് എവിടെ നിന്ന് ആൻസർ ടൂളിൽ ചെയ്ത് തുടങ്ങുക അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡിവിഡൻ്റിൻ്റെ ആദ്യത്തെ നമ്പറും ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവൈസറിനാണ് ഇമ്പോർട്ടൻ്റ് ഓർമ്മിക്കുക. ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ഡിവൈസർ വലുതാണ്, അതായത് ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യേണ്ട എന്നും, അല്ലാത്ത രണ്ട് കേസ് അത് ഡിവൈസറിന് ഈക്വൽ ആവുകയോ, അത് ഇവിടെ 1 ആണ്, ഇവിടെ 1 ആവുകയോ, അല്ലെങ്കിൽ 1നേക്കാൾ വലിയ നമ്പർ, ഇവിടെ 2 വലുതാണ് അല്ലേ, 1നേക്കാൾ വലുതോ ഡിവൈസറിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജമ്പ് ചെയ്യണമെന്ന് ഓർമ്മിക്കുക. ജമ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറിയിട്ടായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് നമുക്ക് ആൻസർ റോഡായിട്ട് കിട്ടും, കാരണം ഇവിടെ 1നേക്കാൾ വലുതാണ് 2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ റോഡ്. ഇനി എന്ത് ചെയ്യണം, ഈ ആൻസർ റോഡ് ഇത് കിട്ടിയാൽ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്യാൻ ആൻസർ റോഡിൻ്റെ തൊട്ടടുത്തുള്ള 2 റോഡുകൾ നമ്മൾ ക്വസ്റ്റ്യൻ റോഡായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 0-2 ആണ്. 0-2ൽ ഈ ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്ര ടൈംസാണ് ചെക്ക് ചെയ്യുക. ഈ ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ മൈൻഡിൽ വെക്കുന്ന നമ്പറാണ്. ഇത് എത്ര ടൈംസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് 1 അല്ലേ, 1 എത്ര ടൈംസ് ആണ്, 2 ടൈംസ് ആണ്. അപ്പം 2 നമ്മുടെ മൈൻഡിൽ 1, 2 × 1 2 ആണ്. അതായത് ഈ റോഡ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് 2 ലെസ് ചെയ്യണം. അതായത് 0-2 ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. ലെസ് ചെയ്ത് കഴിഞ്ഞു എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അതും തൊട്ടടുത്ത റോഡ് എന്ത് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 0-0 ആണ് ഉള്ളതെന്ന് ഓർമ്മിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഡിവൈസിൽ 2 ഡിജിറ്റ്, അപ്പോൾ 1നെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, 2 × 2 ചെയ്യണം. 2 × അതായത് നമ്മൾ ആൻസർ റോഡ് എത്രയാണോ ബീഡ്സ് എന്ന് അതിനെ ഈ സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് പ്ലസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിവിടെ 2 × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക 4 വേണം, പക്ഷെ നമുക്കിവിടെ 0-0 ആണ് ഉള്ളത്. നമ്മുടെ ഒരു ടൂളിൽ ക്വസ്റ്റ്യൻ മതിയായ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റീസ്റ്റോറേഷൻ. റീസ്റ്റോറേഷൻ്റെ മറ്റൊരു വീഡിയോസ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാം, റീസ്റ്റോറേഷൻ തന്നെ നമുക്ക് മതിയായ, നമുക്കിപ്പോൾ 0-4 വേണം, പക്ഷെ നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മതിയായ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ആൻസർ റോഡിൽ ഇപ്പോൾ എത്രയാണോ ബീഡ്സ് ഉള്ളത് അതിൽ നിന്ന് ഒരു ബീഡ് ലെസ് ചെയ്യുകയും, അത് എത്രയാണോ ബീഡ് നമ്പർ ഉള്ളത് അതിൽ നിന്ന് 1 ലെസ് ചെയ്യണം. എന്നിട്ട് റൈറ്റിലേക്ക് ഒരു റോഡ് ജമ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയാണോ ആ നമ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടുന്ന് 1 ബീഡ് ലെസ് ചെയ്തു, തിരിച്ച് ഡിവൈസിൻ്റെ ഡിജിറ്റ് 1 ആയതുകൊണ്ടാണ് 1 ആഡ് ചെയ്തത്. 3 ആണെങ്കിൽ 3 ആഡ് ചെയ്യും, 4 ആണെങ്കിൽ 4 ആഡ് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ 1 ആയതുകൊണ്ട് 1 ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ 2 റോഡാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ നമ്പർ എത്രയാണ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ റോഡിൽ 10 ഉണ്ട്. പക്ഷെ നമുക്കിനി നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ നേരത്തെ ശ്രമിച്ച സമയത്താണ് നമുക്ക് മതിയായ വാല്യൂ ഇല്ലാത്തത്. അപ്പോൾ ഈ 2നെ ഇനി എങ്ങനെ പരിഗണിക്കാം, വീണ്ടും നമ്മൾ നോക്കുക ആൻസർ റോഡിൽ എത്രയാണോ ബീഡ്സ് ഉള്ളത് അത് ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്. അപ്പോൾ 1 × 2 ആണ് ലെസ് ചെയ്യുന്നത്. നമുക്ക് 10 ഉണ്ട്, 10ൽ നിന്ന് 2 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ 0-2 ആണ് അല്ലേ. 10ൽ 2 ഇവിടുന്ന് അല്ല 2 ലെസ് ചെയ്യണം, നമുക്ക് 10 ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. 2 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്, ഇവിടുന്നാണ് 2 ലെസ് ചെയ്യുക. ഡയറക്റ്റ് ഇവിടെ 2 ലെസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ബോറോ ചെയ്യാൻ പറ്റും അല്ലേ. ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ലെസ് 10 ആഡ് 8 ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന നമ്പർ 84 ആണുള്ളത്. അപ്പോൾ 84 എന്ന് കിട്ടി. 84 എന്നുള്ളത് കാരണം നമ്മൾ ഈ 2 ഡിജിറ്റിനെയും പരിഗണിച്ചു. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ കംപ്ലീറ്റ് ആയി. അതായത് ഡിവിഷൻ ആദ്യത്തെ ഡിജിറ്റിനെയും പരിഗണിച്ചു, രണ്ടാമത്തെ ഡിജിറ്റ് പരിഗണിച്ചു. പക്ഷേ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന നമ്പർ നോക്കിയാൽ
84 എന്നുണ്ട്. 84 എന്നുള്ള നമ്പർ നമ്മുടെ ഡിവൈസറിനേക്കാൾ വലുതായത് കൊണ്ട് എപ്പോഴാണ് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്, ഒന്നെങ്കിൽ ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പർ ക്വസ്റ്റ്യൻ റോഡിൽ വരണം, അല്ലെങ്കിൽ ഇവിടെ 0 ആയിട്ട് മാറണം. ഇപ്പം നമുക്ക് 84 ഉണ്ട്. 84 എന്ന് പറയുന്നത് നമുക്കറിയാം ഡിവൈസറിനേക്കാൾ വലിയ നമ്പറാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡിവിഷൻ ചെയ്യണം. അതിന് ചെയ്യുന്ന മെത്തേഡാണ് 84 divided by 12. വീണ്ടും 12 ചെയ്യാം. അപ്പോൾ 84 ഡിവൈഡ് ബൈ 12 നമുക്കറിയാം ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. ക്വസ്റ്റ്യൻ അപ്പോൾ പിന്നെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ റോഡിൽ ടൂളിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ആൻസർ റോഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം 1നേക്കാൾ വലുത് തന്നെയാണ്. ഇനി ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 2 ഡിജിറ്റ് കമ്പയർ ചെയ്യും. ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും ഡിവൈഡറിൻ്റെ ആദ്യത്തെ ഡിജിറ്റിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് 1നേക്കാൾ വലുതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് അതിന് തൊട്ടടുത്ത് നിന്ന് ആൻസർ ചെയ്യാൻ പാടില്ല, ഒരു റോഡ് മാറിയിട്ടായിരിക്കണം ആൻസർ പ്ലേസ്. ഇത് ആൻസർ റോഡായി കിട്ടി. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ റോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ 2 റോഡുകളാണെന്ന് ഓർമ്മിക്കാം. അപ്പോൾ 08 ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ 1 അല്ലേ, 8ൽ എത്ര ടൈംസ് നമുക്കറിയാം 8 ഇൻറ്റു ഇത് മൈൻഡിൽ വെക്കുന്ന നമ്പർ 8 ഇൻറ്റു 1 8 ആണ്. അപ്പോൾ 08. ഈ 8 നമ്മൾ ലെസ് ചെയ്തു. എവിടെയാണ് എൻ്റെ ഇതും ഇതിന് തൊട്ടടുത്ത റോഡും ക്വസ്റ്റ്യൻ റോഡായിട്ട് മാറും. ഇവിടെ 4 ഉണ്ടെന്ന് ഓർമ്മിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് 8 എത്രയാണോ ടൂള് ആൻസർ റോഡിൽ നമ്മൾ ചെയ്തത് അതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഇൻറ്റു 16 വേണം. പക്ഷെ നമുക്കിവിടെ 16 ഇല്ല, നമുക്ക് വെറും 04 ആണുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റീസ്റ്റോറേഷൻ. മതിയായ വാല്യൂ ഇല്ലെങ്കിൽ അപ്പോൾ ഇവിടുന്ന് 1 ലെസ് ചെയ്യുക, ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന നമ്പർ ഇനി 14 മാറി. ഇനി പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈ 7 ഇൻറ്റു 2 ചെയ്യും. എത്രയാണോ ആൻസർ റോഡിൽ ബീഡ് ഉള്ളത് അത് ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 7 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 14 ആണ്. അപ്പോൾ 14 ഇവിടെ 14 ഈ 14 നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ 17 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്താണ്? 17. ഇവിടെ 0 ആയി. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിവിഷൻ ഇവിടെ സ്റ്റോപ്പായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 17 ആണ്. ഈക്വൽ ടു 70. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.